പാചകവാതക വില കുതിച്ചുയർന്നതോടെ പ്രതിസന്ധിയിലായി ഹോട്ടലുകൾ. ലഭ്യതക്കുറവിന് പുറമെ വിലവർധനവും കൂടി ആയതോടെ ഇരുട്ടടിയേറ്റ അവസ്ഥയിലാണ് ഹോട്ടൽ മേഖല. ഭക്ഷണം തേടിയെത്തുന്നവരെ മടക്കി അയക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നതെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. പശ്ചിമേഷ്യയിൽ പൊട്ടിപ്പുറപ്പെട്ട യുദ്ധം മൂലം പാചകവാതക പ്രതിസന്ധി രൂക്ഷമായിരിക്കെയാണ് ഇരുട്ടടിയായി വാണിജ്യ സിലിണ്ടറിന് വില കുത്തനെ കൂട്ടിയത്. ഇത് ഹോട്ടൽ മേഖലയെ ആകമാനം പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. സിലിണ്ടറിന് 1000 രൂപയോളം ഒറ്റത്തവണ കൂടിയപ്പോൾ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഹോട്ടൽ ഉടമകൾ. പലരും വിറകടുപ്പിലേക്ക് തന്നെ മാറിയെങ്കിലും പൂർണ്ണമായും വിറകിനെ ആശ്രയിക്കാനാവാത്ത സ്ഥിതിയാണ്. വിറകടുപ്പിൽ ഭക്ഷണം പാകം ചെയ്തെടുക്കാനുള്ള സമയക്കൂടുതലും ഹോട്ടലുകൾക്ക് പ്രതിസന്ധിയാണ്. കസ്റ്റമേഴ്സിൽ നിന്ന് അമിതവില ഈടാക്കാനും കഴിയാത്ത സ്ഥിതിയിലാണ് ഹോട്ടലുകാർ. പല ഹോട്ടലുകാരും മെനു വെട്ടിക്കുറച്ചാണ് മുന്നോട്ടു പോകുന്നത്. അധിക തുക നൽകിയാലും സിലിണ്ടർ കിട്ടാനുമില്ല. ഈ സ്ഥിതി തുടർന്നാൽ അധിക നാൾ മുന്നോട്ട് പോകാനാവില്ലെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ നമുക്ക് കസ്റ്റമറിൽ നിന്ന് പൈസ കൂട്ടി വാങ്ങാൻ ബുദ്ധിമുട്ട്. എല്ലാവരും സാധാരണക്കാരാണ് അധികം ഭക്ഷണം കഴിക്കാൻ വരുന്നത്. പിന്നെ വില കൂടുന്നിടത്തോളം നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. മുന്നോട്ട് പോകൽ വളരെ പ്രയാസകരമായ കാര്യമാണ്. 1000 രൂപ കൂടിക്കാണ്. പെട്ടെന്ന് ഒരു 1000 രൂപ 50 അങ്ങനെയൊക്കെ കൂടുകയാണെങ്കിൽ കുഴപ്പമില്ല. ഒറ്റ അടിക്കാണ് 1000 രൂപയോളം കൂടി. ഇപ്പോൾ ഞങ്ങൾ ഹോട്ടൽ മാനേജ്മെന്റ് മേഖല വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ് പോണത്. ഇപ്പോൾ എന്താ ചെയ്യാൻ, മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കസ്റ്റമറിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ഒരാളോട് നമ്മൾ റേറ്റിങ്ങൾ കൂട്ടി വാങ്ങുക, അവർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കൂല. എല്ലാ ജനങ്ങൾക്കും ഉൾക്കൊള്ളാൻ സാധിക്കൂല. അത് എന്താ വെച്ചാൽ സാധാരണക്കാരാണ് കൂടുതലും നമ്മളെ ദിവസം വരുന്ന മേഖലയോ അങ്ങനത്തെ ഹോട്ടലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരുന്നത്. എല്ലാ കടയിലുള്ള കച്ചവടക്കാർ, പണിക്കാർ, വണ്ടിക്കാർ, കൂടുതലും സാധാരണക്കാരെ മേഖലയിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഹൈ ലെവൽ 5 സ്റ്റാർ ആകുമ്പോൾ അവർക്ക് പിന്നെയും കുറേയൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മളിപ്പോൾ ഈ സാധാരണ ലെവലിലെ ഹോട്ടലിൽ സാധാരണ ആൾക്കാർ ഭക്ഷണം കഴിക്കണയിടത്തൊക്കെ വളരെ ബുദ്ധിമുട്ടും പ്രയാസമാണ്. ഓർഡറുകൾ സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയും ഹോട്ടലുകൾ നേരിടുന്നുണ്ട്. ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളും വലിയ ആശങ്കയിലാണ്. എന്താ ഗ്യാസിന്റെ പ്രശ്നം തന്നെയാണ്. ഗ്യാസിലൊന്നും നടക്കൂല ഇപ്പോഴേ. കാരണം എന്താ വെച്ചാൽ നമ്മൾ അധികം ഗ്യാസാണ്, പകുതിയിലധികം ഗ്യാസാണ്. പിന്നെ ഒരു കാബാക്കുള്ള വറക്, ബിരിയാണി, ചോറ്, അതിനൊക്കെയുള്ള വറക്. പിന്നെ ഈ ചില്ലിയൊക്കെ ഇപ്പോൾ ആൾക്കാരൊക്കെ ഭയങ്കര കച്ചറയിപ്പോൾ. കാരണം എന്താ വെച്ചാൽ സാധനം വെഴി കിട്ടുക കാരണേ അടുപ്പുമായി കിട്ടണ്ടേ. അപ്പം അങ്ങനെ അടുപ്പും വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഇപ്പോൾ 1000 രൂപ കൂടി. ഇപ്പം ഇറക്കിയത് 1000 രൂപ അധികമായിട്ടാണ് ഇപ്പം ഇറക്കിയത്. എന്താ ഈ ഒരു പാകമില്ല, നമുക്ക് ജീവിക്കണ്ടേ. എങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ കുറേ വറക് ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ കസ്റ്റമേർക്കാണ് പ്രശ്നം. കാരണം എന്താ വെച്ചാൽ സാധനം ഭക്ഷണം ഡിലേ ആയിട്ട് സെർവ് ചെയ്യുക കാരണേ. ഗ്യാസ് ആകുമ്പോൾ നമുക്ക് ചില്ലി ഓർഡർ വന്നാൽ പെട്ടെന്ന് അടിച്ചു കൊടുക്കാം ഗ്യാസ് ഉണ്ടെങ്കിൽ. ഇതിപ്പോൾ അടുപ്പുമ്മയാണ് അധികം ചെയ്യും. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. തിരക്കൊക്കെ വരുമ്പോഴേ, ഉച്ചക്കൊക്കെ നമുക്ക് സാമാന്യ തിരക്ക് വരുമ്പോൾ ഈ സാധനങ്ങൾ ഓർഡർ ഇപ്പോൾ കിട്ടാൻ ഡിലേ ആയിട്ട് കുറേ ആൾക്കാർ തെറ്റിപ്പോവും, ചില ആൾക്കാർ ചൂടായിട്ട് പോകും. എന്താ ചെയ്യുക, സാധനം ഓർഡർ ചെയ്തിട്ട് നേരം വഴിയിട്ടേ ഒന്നിച്ച് തിരക്ക്. നമുക്ക് മറ്റേ ഗ്യാസ് ആണെങ്കിൽ ഒറ്റയടിക്ക് എല്ലാം ചട്ടികളും കയറ്റിയാൽ ഓരോ ചില്ലിയോ എന്താണെങ്കിലും പെട്ടെന്ന് അടിച്ചു കൊടുക്കാം. ഗ്യാസ് ഇല്ലാത്തതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹോട്ടലുകാർ മാത്രമല്ല, തട്ടുകടക്കാർ, ചെറുകിട ചായക്കടകൾ, ബേക്കറികൾ എന്നിവരെല്ലാം പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ്. എത്രനാൾ ഈ പ്രതിസന്ധി നീണ്ടു നിൽക്കും എന്നതിനെ ആശ്രയിച്ചാവും ഇവരുടെയൊക്കെ നിലനിൽപ്പ് തന്നെ. ന്യൂസ് ബ്യൂറോ, ചെർപ്പളശ്ശേരി. അണിഞ്ഞൊരുങ്ങാം ഈ ആഘോഷക്കാലം നിവ ഗോൾഡിനൊപ്പം. നിവ ഗോൾഡ്, ചെർപ്പളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം.